الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا മുഹമ്മദ് وعلى آله وأصحابه أجمعين ثم ما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാബുൽ ഹൈദ് ഹൈദിനെ കുറിച്ചുള്ള അധ്യായമാണ്. അതിൽ നമ്മൾ 3 ഹദീസ് എടുത്തല്ലേ, 3 ഹദീസുകൾ എടുത്ത് 3 ഹദീസ് 2 ഹദീസാ തൈ ആയിഷയിൽ നിന്നും പിന്നെ ഹംന ബിന്ത് ജഹ്ഷിൽ നിന്നും അല്ലേ. തൈ അസ്മാ ബിന്ത് ഉമൈസിൽ നിന്നുള്ള ഹദീസ് എടുത്തില്ലേ? അത് പിന്നെ റിവായത്തായിട്ട് കൊടുത്താണ്. 3 ഹദീസ്, നമ്പർ 2 3 ഹദീസ് ഉണ്ട്. തൈ ഒന്ന് ആയിഷയിൽ നിന്ന്, അസ്മാ ബിന്ത് ഉമൈസിൽ നിന്ന്, പിന്നെ ഒന്ന് ഹംന ബിന്ത് ജഹ്ഷ്. തൈ ഇനി അതിൻ്റെ ബാക്കി. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്ന ഉമ്മ ഹബീബ ബിൻത ജഹ്ഷിൻ ശകത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദം فقال امكثي قدر ما كانت تحبسك حيضتك ثم اغتسلي فكانت تغتسل لكل صلاة. رواه مسلم. وفي رواية للبخاري وتوضئي لكل صلاة، وهي لأبي داود وغيره من وجه آخر. طيب, ഒന്നാമത്തെ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ ഈ ഇസ്തിഹാലത്തിൻ്റെ രക്തം ഉള്ള സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇസ്തിഹാത്തുള്ള സ്ത്രീ അവരുടെ ബ്ലീഡിങ് തുടരും. അത് ബ്ലീഡിങ് തുടരുമ്പോൾ ആർത്തവ നാളുകളിൽ അവൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ വിഷയത്തിൽ അവൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടാണ് ആയിഷയിൽ നിന്ന്, അതേപോലെ തന്നെ അസ്മാ ബിന്ത് ഉമൈസിൽ നിന്ന്, അതേപോലെ ഹംന ബിന്ത് ജഹ്ഷ് ഇവരിൽ നിന്നുള്ള ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ഇനി ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്, അവർ പറഞ്ഞു ജഹ്ഷിൻ്റെ കുടുംബം ഉമ്മു ഹബീബ, സൈനബ്, ഹംന, ഇവരൊക്കെ എന്തായിരുന്നു, ഈ ബ്ലീഡിങ്ങിൽ പരീക്ഷിക്കപ്പെട്ടൊരു പിന്നെ സ്ത്രീകളായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഉമ്മു ഹബീബയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്ലീഡിങ് ഉണ്ട്, പക്ഷേ അവർക്ക് അവരുടെ മെൻസസ് പീരീഡ് അറിയാം. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന നിർദ്ദേശമാണ് ഇവിടെ ഉള്ളത്. വൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അന്ന ഉമ്മ ഹബീബ ബിന്ത് ജഹ്ഷിൻ, ജഹ്ഷിൻ്റെ മകൾ ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ് ശകത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശകത്ത് എന്ന് പറഞ്ഞാൽ സങ്കടം ബോധിപ്പിച്ചു, ആവലാതി ബോധിപ്പിച്ചു, സങ്കടപ്പെട്ടു. അദ്ദം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് അവർ ആവലാതിപ്പെട്ടു, സങ്കടപ്പെട്ടു എന്നാണ്. അവർക്ക് നല്ല ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശകത്ത്, അവർ ആവലാതിപ്പെട്ടു, സങ്കടപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുസി ഖദ്റ മാ കാനത് തഹ്ബിസുകി ഹൈളതുകി. കുസി പറഞ്ഞാൽ എന്താ? നിങ്ങൾ നമസ്കരിക്കാതെ നിലകൊള്ളണം, നമസ്കരിക്കാതെ നോമ്പെടുക്കാതെ നിലകൊള്ളണം. ഖദ്റ മാ കാനത് തഹ്ബിസുകി ഹൈളതുകി, നിങ്ങളുടെ ഹൈദ്, ആർത്തവം നിങ്ങളെ തടഞ്ഞു വച്ചിരുന്ന കാലമത്രയും. ഖദർ എന്ന് പറഞ്ഞാൽ തോത്. മാ കാനത് തഹ്ബിസുകി ഹൈളതുകി, നിങ്ങളുടെ ആർത്തവരക്തം, ഋതുരക്തം നിങ്ങളെ തടഞ്ഞിരുന്ന കാലമത്രയും, തോതത്രയും നിങ്ങൾ കുസി, നമസ്കരിക്കാതെ നോമ്പെടുക്കാതെ നിങ്ങൾ കഴിച്ചു കൂട്ടണം. അപ്പോൾ കുസി ഉമ്മു ഹബീബയോട് റസൂലുള്ള കൽപ്പിക്കാണ്, നിങ്ങൾ കഴിച്ചു കൂട്ടണം. ഖദ്റ മാ കാനത് തഹ്ബിസുകി ഹൈളതുകി, നിങ്ങളുടെ ഹൈദ് നിങ്ങളെ തടഞ്ഞു വച്ചിരുന്ന സമയമത്രയും, തോതത്രയും എന്ന് പറഞ്ഞാൽ അത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്ത് പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത്, നിസ്കരിക്കരുത്. അതായത് ഇവർക്ക് പിന്നെ ആദ്യകാലത്ത് ആർത്തവം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവർക്കറിയാം ആ ദിവസം ഏതാണെന്നുള്ളത്. പിന്നെ ബ്ലീഡിങ്,
തുടർച്ചയായിട്ടുള്ള ബ്ലീഡിങ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പതിവ് അറിയാം, ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെയാണ്. അപ്പോൾ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നമസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ കുസി കഴിച്ചു കൂട്ടുക. സുമ്മഗ്തസിലി, പിന്നീട് നിങ്ങൾ കുളിക്കുക. സുമ്മഗ്തസിലി, പിന്നീട് നിങ്ങൾ കുളിക്കുക. അപ്പോൾ ബ്ലീഡിങ് തുടരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ദിവസം ഉണ്ടല്ലോ, മെൻസസ് ഉണ്ടായിരുന്ന ദിവസം, ആ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുക. പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടോ? ഇല്ല, ബ്ലീഡിങ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കുളിക്കുക. സുമ്മഗ്തസിലി ഫക്കാനത്ത് തഗ്തസിലു ലികുല്ലി സല. ഫക്കാനത്ത്, അപ്പോൾ ഉമ്മു ഹബീബ ആയിരുന്നു, തഗ്തസിലു, അവർ കുളിക്കുമായിരുന്നു, ലികുല്ലി സല, എല്ലാ നമസ്കാരത്തിനും, എല്ലാ നിസ്കാരത്തിനും അവർ കുളിക്കുമായിരുന്നു. ഫക്കാനത്ത് മുഷ്കിൽ, ഫക്കാനത്ത് വക്കാനത്ത്. ഫയാണ് ഒന്നും കൂടി യോജിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കുളിക്കാൻ പറഞ്ഞു, അതിനാൽ അവർ കുളിക്കുമായിരുന്നു എന്നാണ്. പക്ഷേ റസൂൽ എല്ലാ നിസ്കാരത്തിനും കുളിക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാ നിസ്കാരത്തിനും വുളു ചെയ്യാനാണ് പറഞ്ഞത്. ഇത് മെൻസസ് നിന്നാൽ അതിന് ശുദ്ധിയാകാനുള്ള കുളിയാണ്, അതാണ് റസൂലുള്ളാഹി കൽപ്പിച്ചത്. അല്ലാതെ എല്ലാ നിസ്കാരത്തിനും കുളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. പക്ഷെ അവർ എല്ലാ നമസ്കാരത്തിനും കുളിക്കുമായിരുന്നു. അപ്പോൾ അന്ന ഉമ്മ ഹബീബ ബിൻത് ജഹ്ഷ്, ഉമ്മ ഹബീബ ബിൻത് ജഹ്ഷ് ശക്കത്ത് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ആവലാതിപ്പെട്ടു. അദ്ദം, ബ്ലീഡിങ്, കൂടുതൽ രക്തം സ്രവിക്കുന്നത് ആവലാതിപ്പെട്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുസി, നിങ്ങൾ നമസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ കഴിച്ചു കൂട്ടണം. ഖദ്റ മാ കാനത് തഹ്ബിസുകി ഹൈളതുകി, നിങ്ങളുടെ ഹൈദ് നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന സമയമത്രയും. സുമ്മഗ്തസിലി, എന്നിട്ട് നിങ്ങൾ കുളിക്കണം. ആ ദിവസം കഴിഞ്ഞാൽ കുളിക്കണം. എന്തിനുള്ള കുളിയാണ് ആ കുളി? ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകാനുള്ള കുളിയാണ്. ബ്ലീഡിങ് നിൽക്കണില്ല. ഫകാനത്ത് തഗ്തസിൽ, റഹ്മക്കല്ലാ, അവർ കുളിക്കുമായിരുന്നു, ലികുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിനും. റവാഹു മുസ്ലിം. വഫി റിവായത്തിൽ ബുഖാരി, വഫി റിവായത്തിൽ ബുഖാരി, ബുഖാരിക്കുള്ള റിപ്പോർട്ടിലുണ്ട്, വതവദ്ദഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചു. വതവദ്ദഇ, പിന്നെ റസൂലുള്ളാഹി അവരോട് കൽപ്പിച്ചതായിട്ട് ഇങ്ങനെ ഉണ്ട്. വതവദ്ദഇ, റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, നിങ്ങൾ വുളു ചെയ്യണം. വതവദ്ദഇ, നിങ്ങൾ വുളു ചെയ്യണം. ലികുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിനും, എല്ലാ നിസ്കാരത്തിനും നിങ്ങൾ വുളു ചെയ്യണം. വതവദ്ദഇ ലികുല്ലി സലാ, ഉമ്മു ഹബീബയോട് റസൂലുള്ളാഹിയുടെ കൽപ്പനയാണത്. എല്ലാ നിസ്കാരത്തിനും നിങ്ങൾ വുളു ചെയ്യണം. കാരണം അവരുടെ അശുദ്ധി തുടരുകയാണ്. മെൻസസ് പീരീഡിൽ നിന്നാണ് അവർ കുളിച്ച് ശുദ്ധിയായത്, അതിനുള്ള കൽപ്പനയാണ്. പിന്നെ ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്യണം? ഓരോ നിസ്കാരത്തിനും അവർ വുളു ചെയ്യണം. വഹിയ ലി അബീ ദാവൂദ് വഗൈരിഹി മിൻ വജ്ഹിൻ ആഖർ. വഹിയ, ഈ റിവായത്ത് ഉണ്ടല്ലോ, ഇമാം ബുഖാരിയുടെ ഈ റിവായത്ത്, അതാണ് വഹിയ. അത് ലി അബീ ദാവൂദ് വഗൈരിഹി, അബൂദാവൂദിനും അതേപോലെ തന്നെ അബൂദാവൂദ് അല്ലാത്തവർക്കും, അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് മിൻ വജ്ഹിൻ ആഖർ, മറ്റൊരു നിലക്ക്, വേറൊരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റിവായത്ത് അബൂദാവൂദ് അതേപോലെ തന്നെ മറ്റു സുനനിൻ്റെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാഠം നമുക്ക് മനസ്സിലായെങ്കിൽ ആദ്യത്തെ ക്ലാസ് കേൾക്കണം. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിഷയിൽ നിന്ന്, അതേപോലെ അസ്മയിൽ നിന്ന്, അതേപോലെ ഹംനയിൽ നിന്നുള്ള 3 ഹദീസുകൾ ഈ വിഷയത്തിൽ പ്രസിദ്ധമാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടുണ്ടാവുക. അലാ കുല്ലിൻ, ഇതിപ്പോൾ ബ്ലീഡിങ് തുടരുന്ന ഒരു സ്ത്രീ, മുസ്തഹാദത്തായ ഒരു സ്ത്രീ, അവർക്ക് ബ്ലീഡിങ് തുടരുകയാണ്, മാസം മുഴുവൻ അവർക്ക് ബ്ലീഡിങ് ആണ്. പക്ഷേ അവർക്ക് എന്തുണ്ട്? അവർക്കറിയാം പണ്ട് അവർക്ക് മെൻസസ് ഉണ്ടായിരുന്ന പീരീഡിനെ കുറിച്ച്, എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും, എത്ര ദിവസമായിരുന്നു, അവർക്കൊരു പതിവ് അവർക്കറിയാം. അങ്ങനെയുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ പണ്ടുണ്ടായിരുന്ന ആ ആർത്തവ നാളുകൾ, അതിനെ ആർത്തവ നാളുകളായിട്ട് പരിഗണിക്കുക. ആ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുളിച്ചിട്ട് പിന്നീട് ഓരോ നമസ്കാരത്തിനും പിന്നെന്ത് ചെയ്യുക? അവർ വുളു ചെയ്തിട്ട് നമസ്കരിക്കുക. ഉമ്മു ഹബീബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ അവരെന്ത് ചെയ്യുമായിരുന്നു? ഓരോ നിസ്കാരത്തിനും കുളിക്കുമായിരുന്നു. അത് അവരുടെ ഒരു കൂടുതൽ ശ്രദ്ധയും അവർ ശുദ്ധിയെ കൂടുതൽ പരിഗണിച്ചിരുന്നതുമായി അറിയിക്കുന്ന ഒരു വശം മാത്രമാണ്.
പക്ഷേ റസൂൽ ഓരോ നിസ്കാരത്തിന് എന്ത് ചെയ്തിട്ടില്ല, അവരോട് കുളിക്കാൻ പറഞ്ഞിട്ടില്ല. നിത്യ അശുദ്ധിയുള്ളവർ, മൂത്രവാർച്ചയാകട്ടെ, ഗ്യാസ് ട്രബിൾ ആകട്ടെ, ഇതേപോലെ ബ്ലീഡിങ് ആകട്ടെ, മെൻസസ് അല്ലാത്ത ബ്ലീഡിങ് ആകട്ടെ, അവരൊക്കെ എന്ത് ചെയ്താൽ മതി, ഓരോ നിസ്കാരത്തിന് അവർ ഉളു പുതുക്കിയാൽ മതി. തയ്യ്, അതാണ് ഒരു ഹദീസ്. ഇനി രണ്ടാമത്തെ ഹദീസ്, വഅൻ ഉമ്മി അത്യ്യ ഖാലത്ത് കുന്നാ ലാ നഉദ്ദുൽ ഖുദ്റത വസ്സുഫ്രത ബഅദ തുഹ്രി ഷൈഅ റവാഹുൽ ബുഖാരി വ അബൂ ദാവൂദ്. അബൂ ദാവൂദ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ബിലഫ്ദിൻ ആഖർ വല്ലഫ്ദു ലഹു ബിലഫ്ദിൻ ആഖർ. തയ്യ്. വഅൻ ഉമ്മി അതിയ്യ റളിയല്ലാഹു അൻഹ, ഉമ്മു അതിയ്യയിൽ നിന്ന് നിവേദനം. വഅൻ ഉമ്മി അതിയ്യ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ഉമ്മു അതിയ്യ പറഞ്ഞു, കുന്ന ഞങ്ങളായിരുന്നു ലാ നഉദ്ദുൽ ഖുദ്റത വസ്സുഫ്ര ബഅദ തുഹ്രി ഷൈഅ, ലാ നഉദ്ദു ഞങ്ങൾ പരിഗണിച്ചിരുന്നില്ല, അൽ ഖുദ്റത ഖുദ്റത്തും വസ്സുഫ്രത സുഫ്രത്തും ബഅദ തുഹ്രി ശുദ്ധിയായതിന് ശേഷം ഷൈഅൻ അതിനെ യാതൊന്നായിട്ട് പരിഗണിച്ചിട്ടില്ല, യാതൊരു നിലക്കും പരിഗണിച്ചിട്ടില്ല. എന്താണ് ഇവിടെ ഉമ്മു അതിയ്യ പറയുന്നത്? ഉമ്മു അതിയ്യ ബിൻതുൽ ഹാരിസ്, അവരുടെ പേര് നസീബ എന്നാണ്, നുസൈബ അല്ലെങ്കിൽ നസീബ. അവർ അൻസാരിയത്താണ്. ഉമ്മു അതിയ്യ അൽ അൻസാരിയ റളിയല്ലാഹു തആല അൻഹ, പ്രസിദ്ധയായ സഹാബി വനിതയാണ് ഉമ്മു അതിയ്യ. അവരുടെ പേര് നസീബ അല്ലെങ്കിൽ നുസൈബ ബിന്ദുൽ ഹാരിസ്. ഒന്ന് നുസൈബ ബിന്ദ് കഅബ് ഉണ്ട്, ബനു മാസിൻ ഗോത്രക്കാരി, നുസൈബ ബിന്ദ് കഅബ് അൽ മാസിനിയ. അവരാണ് ഉമ്മു അമ്മാറിനെ കേട്ടിട്ടില്ലേ? ഉമ്മു അമ്മാർ റസൂലുള്ളാഹിനോടൊപ്പം ഉഹദിൽ പങ്കെടുത്തിട്ട് റസൂലുള്ളാഹിനെ പ്രൊട്ടക്റ്റ് ചെയ്ത മഹദിയാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല. അവരുടെ മക്കളെ ഹബീബ് ഒക്കെ പിന്നെ പ്രസിദ്ധരാണ്. ഇത് ഉമ്മു അമ്മാറൻ, അത് അവർ ബനു കഅബാണ്, അല്ല ഉമ്മു അമ്മാറ ബിന്ദ് കഅബാണ്. ഇത് ഉമ്മു അതിയ്യ ബിന്ദുൽ ഹാരിസ്. ആ ഉമ്മു അമ്മാറിൻ്റെ പേരും നുസൈബയാണ്, ഈ ഉമ്മു അതിയ്യൻ്റെ പേരും നുസൈബയാണ്. പക്ഷേ ഇത് നുസൈബ ബിന്ദുൽ ഹാരിസ്. ഇവർ അൻസാരിയത്താണ്. ഇവരാണ് റസൂലുള്ളാഹിൻ്റെ മകൾ സൈനബ് മരിച്ചപ്പോൾ അവരുടെ ജനാസ കുളിപ്പിച്ചത്. ഈ ഉമ്മു അതിയ്യാണ്. റസൂലുള്ള ഇവരോടാണ് പിന്നെ സൈനബിൻ്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനാസ കുളിപ്പിക്കുന്നതിനെ പഠിപ്പിച്ചത്. നിങ്ങൾ ഉളുവിൻ്റെ അവയവങ്ങളിൽ തുടങ്ങുക, 3 ആക്കി അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർക്കാണ് റസൂലുള്ള നിർദ്ദേശം നൽകിയത്. ഉമ്മു അതിയ്യ അൽ അൻസാരിയ. ഉമ്മു അതിയ്യ പറയാണ്, ഖാലത്ത് അവർ പറഞ്ഞു, കുന്നാ ലാ നഉദ്ദു ഞങ്ങൾ പരിഗണിക്കുമായിരുന്നില്ല, അൽ ഖുദ്റത വസ്സുഫ്ര ഖുദ്റത്തിനെയും സുഫ്രത്തിനെയും, ബഅദ തുഹുർ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായതിന് ശേഷം. ഖുദ്റത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ സുഫ്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഒരു തരം ദ്രവമാണ്. ഖുദ്റത്ത് സുഫ്രത്ത് എന്നിവ ഒരു തരം ദ്രവമാണത്. സലാം. ഖുദ്റത്ത് അതേപോലെ സുഫ്രത്ത്. സ്ത്രീകളുടെ ഗുഹ്യാവയവം സ്രവിക്കുന്ന ഒരു തരം ദ്രവമാണ് ഖുദ്റത്ത് സുഫ്രത്ത്. ഈ ഖുദ്റത്തിൻ്റെ പ്രത്യേകത, അതിൽ ചുവന്ന ബ്ലഡ് കലർന്നിരിക്കും. ഖുദ്റത്ത്. സുഫ്രത്ത് അത് പിന്നെ മഞ്ഞ കലർന്ന ഒരു തരം പിന്നെ രക്തം അതിൽ ഉണ്ടായിരിക്കും. ഖുദ്റത്തും സുഫ്രത്തും രണ്ടും ഒരു തരം ദ്രവമാണ്. പക്ഷേ ഖുദ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നെ ബ്ലഡ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ബ്ലഡിൻ്റെ കളറ് കറുപ്പിലേക്ക് ചാഞ്ഞതായിരിക്കും. സുഫ്രത്ത് ഒരു തരം ദ്രവമാണ്. പക്ഷേ സുഫ്രത്തിൻ്റെ പ്രത്യേകത, അതിലും ബ്ലഡ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ബ്ലഡ് അത് മഞ്ഞയിലേക്ക് ചാഞ്ഞതായിരിക്കും. മഞ്ഞ കളർ പരന്ന ഒരു തരം പിന്നെ ബ്ലഡ് കലർന്ന ദ്രവത്തിനാണ് സുഫ്രത്ത് എന്ന് പറയാം. മെൻസസ് പീരീഡ് അവസാനിക്കുമ്പോൾ സ്ത്രീകൾ ശുദ്ധിയായാൽ എന്ത് ചെയ്യും? സ്ത്രീകളുടെ ഗർഭപാത്രം ഒരുതരം ദ്രവം സ്രവിപ്പിക്കും. മനസ്സിലായോ? ആ ദ്രവം അതാണ് ശരിക്കും മെൻസസ് നിലച്ചു എന്നതിൻ്റെ ലക്ഷണം. അൽ ഖുസ്സത്തുൽ ബൈദ എന്നതിന് പറയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ
പിന്നെ ഈ ബ്ലീഡിങ് അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളോട് റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞിരുന്നത് പരുത്തി കൊണ്ട് അവർ ആ ദ്രവം നോക്കാനാണ്. അത് പിന്നെ കളറില്ലാത്ത ദ്രവമാണ് എങ്കിൽ മെൻസസ് നിലച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായേ? മെൻസസ് പീരീഡിലാണ് ഗുഹ്യാവയവത്തിൽ നിന്ന് ഈ ദ്രവം സ്രവിക്കപ്പെടുന്നത്. അതിൽ ബ്ലഡിൻ്റെ അംശമുണ്ട് എങ്കിൽ അത് മെൻസസ്സാണ്. അതേസമയം ഇവിടെ തുഹറിന് ശേഷമാണ് മെൻസസ് നിലച്ച് ശുദ്ധിയായി എന്നതിന് ശേഷം സ്ത്രീകൾ എന്ത് കാണുകയാണ്? പിന്നെ ഒരു ദ്രവം കാണുകയാണ്. ആ ദ്രവത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ട്. രണ്ട് രീതിയിൽ രക്തം വരും. ചിലത് മഞ്ഞ കലർന്ന രീതിയിലായിരിക്കും, അപ്പോൾ പ്രശ്നമല്ല. അതേസമയം അത് കറുപ്പ് കലർന്ന രീതിയിലാണെങ്കിൽ അത് മെൻസസിനോടാണ് സാദൃശ്യം. പക്ഷെ ശുദ്ധിയായതിനു ശേഷമാണ് ഈ ദ്രവം കാണപ്പെടുന്നത്, അതിൽ രക്തത്തിൻ്റെ അംശമുണ്ട് എങ്കിൽ ഇവിടെ ഉമ്മു അത്തിയ പറയുകയാണെന്ത്, കുന്നാലാ നഉദ്ദു, ഞങ്ങൾ അത് പരിഗണിച്ചിരുന്നില്ല എന്നാണ്. കാരണം എന്താ? അത് മെൻസസ്സായിട്ട് പരിഗണിച്ചിരുന്നില്ല. പിന്നെ അവർ ശുദ്ധിയായിട്ട് പരിഗണിക്കുകയും അവർ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്ത്രീകൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വശമാണ്. അതായത് തുഹറിന് ശേഷം, മെൻസസിൽ നിന്ന് ശുദ്ധിയായതിന് ശേഷം കുതിരത്തുണ്ടായി. കുതിരത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞതുപോലെ. അതേപോലെ സുഫ്രത്തുണ്ടായി എങ്കിൽ അതിനെ ഞങ്ങൾ യാതൊന്നുമായിട്ട് പരിഗണിച്ചിരുന്നില്ല, ഞങ്ങൾ ആർത്തവമായിട്ട് ഒരു നിലക്കും പരിഗണിച്ചിരുന്നില്ല എന്നാണ് ആര് പറയണത്? ഉമ്മു അത്തിയ പറയുന്നത്. അപ്പോൾ ഈ കുന്നാലാ നഉദ്ദു, ഞങ്ങൾ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തെളിവാകുക? എങ്ങനെയാണ് നമുക്ക് തെളിവാകുക? ഇതാരാ പറയണത്? ഉമ്മു അത്തിയാണ് പറയണത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങൾ സഹാബ വനിതകളാണ്. സഹാബ വനിതകൾ ഞങ്ങൾ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം കുതിരത്തും സുഫ്രത്തും പിന്നീട് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ അതിനെ ആർത്തവമായിട്ട് പരിഗണിച്ചിരുന്നില്ല എന്നവർ പറയാണ്. അത് നമുക്ക് എങ്ങനെ തെളിവാണ്? എങ്ങനെ നമുക്ക് തെളിവാണ്? ഞങ്ങൾ പരിഗണിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ കാര്യമല്ലേ? അങ്ങനെ നമുക്ക് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് സഹാബികൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹിൻ്റെ അംഗീകാരം അതിനുണ്ട്, റസൂലുള്ളാഹിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തഖ്രീരിയായ സുന്നത്ത്, റസൂലുള്ളാഹിൻ്റെ ഇഖ്റാർ, പിന്നെ അംഗീകാരമുള്ള സുന്നത്താണ് അത്. മനസ്സിലായില്ലേ? കുന്നാനാവത് സഹാബികൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഞങ്ങൾ ഇന്നത് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന രീതിയിൽ പരിഗണിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തുണ്ട്? അതിന് ഹദീസിൻ്റെ അല്ലെങ്കിൽ സുന്നത്തിൻ്റെ വിധിയാണ് അതിനുള്ളത്. അത് സുന്നത്താണെന്ന് അർത്ഥം. അപ്പോൾ പിന്നെ ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഉമ്മു അത്തിയ പറയാണ്, കുന്നാ ലാ നഉദ്ദുൽ ഖുദ്റത വസ്സുഫ്രത ബഅദ തുഹ്രി ഷൈഅൻ, ഞങ്ങളതിനെ യാതൊരു നിലക്കും പിന്നെ ആർത്തവമായിട്ട് പരിഗണിച്ചിരുന്നില്ല. റവാഹുൽ ബുഖാരി വ അബൂദാവൂദ്, ഈ ഹദീസ് ഇമാം ബുഖാരിയും അതേപോലെ തന്നെ അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം സ്ത്രീകൾക്ക് മെൻസസ് നിലച്ചു, അവർ ശുദ്ധിയായതിനു ശേഷം പിന്നീട് അവർ ഈ രീതിയിലുള്ള ദ്രവങ്ങൾ കാണുന്നുവെങ്കിൽ അതവർ പരിഗണിക്കേണ്ടതില്ല. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ചിലർ ചോദിക്കും, പിന്നെ ഉംറക്കൊക്കെ പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ പ്രത്യേകിച്ച് ചോദിക്കും, ഇപ്പം നിലച്ചിരുന്നു ശുദ്ധിയായി പിന്നെ ഇതത് കാണുന്നത് അങ്ങനെ പ്രശ്നം. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഉമ്മു അത്തിയ ഈ ഉണർത്തുന്നത്. പക്ഷെ അത് ശുദ്ധിയായതിനു ശേഷമാണ്. ആർത്തവ കാലത്തിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഗർഭപാത്രം ഒരുതരം ദ്രവം സ്രവിപ്പിക്കും. അതിൽ ചിലപ്പം സുഫ്രത്ത് കണ്ടേക്കും, അതിൽ ചിലപ്പം കുതിരത്ത് കണ്ടേക്കും. അപ്പോൾ അതെന്ത് തന്നെയാണ്? അത് നജസ് തന്നെയാണ്. അതേസമയം ഇത് ശുദ്ധിയായതിനു ശേഷം കാണപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്നൽ യഹൂദ കാനത് ഇദാ ഹാദത്തിൽ മർഅതു ഫീഹിം ലാ യുആകിലൂഹാ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്. റവാഹു മുസ്ലിം. വഅൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം. അനസ് നമുക്ക് വന്നതാണ്, നമ്മൾ അദ്ദേഹത്തെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അനസ് പറയുന്നത്? അന്നൽ യഹൂദ എന്നാണ് യഹൂദന്മാർ കാനത് ഇദാ ഹാദത്, അന്നൽ യഹൂദ് സഹീഹ്. കാനു ഇദാ ഹാദത്തിൽ മർഅതു ഫീഹിം ലാ യുആകിലൂഹ.
അല്ലേ? അന്നൽ യഹൂദ്, ജൂതന്മാർ, കാനു അവർ ആയിരുന്നു, ഇതാ ഹാദത്തിൽ മർഅത്തു ഫീഹിം, അവരിൽ ഒരു സ്ത്രീ ഹാദത്ത് ഋതുമതിയായാൽ, ആർത്തവകാരിയായാൽ, ലാ യു ആക്കിലൂഹ, ലാ യു ആക്കിലൂഹ, അവർ അവളോടൊന്നിച്ച് ഭക്ഷിക്കുമായിരുന്നില്ല. അവർ അവളോടൊന്നിച്ച് ഭക്ഷിക്കുമായിരുന്നില്ല, ആർത്തവകാരിയോടൊത്ത് ഭക്ഷിക്കുമായിരുന്നില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ഷൈഇൻ, നിങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക, കുല്ല ഷൈഇൻ എല്ലാതും, ഇല്ലൻ നിക്കാഹ്, നിക്കാഹ് ഒഴിച്ച്, ഇല്ലൻ നിക്കാഹ്, നിക്കാഹ് ഒഴിച്ച്. റവാഹു മുസ്ലിം, ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താ ഈ ഹദീസിൽ പറയുന്നത്? ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന്, മദീനയിൽ ജൂതന്മാരുണ്ട്. ബനു ഖൈനുഖ, ബനു നദീർ, ബനു ഖുറൈള, 3 ജൂതഗോത്രങ്ങൾ മദീനയിൽ പ്രസിദ്ധരാണ്. അപ്പോൾ ഇവർ മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിൽ കണ്ട കാഴ്ച എന്താ? ജൂതന്മാർ അവരുടെ സ്ത്രീകൾ ആർത്തവകാരികളായാൽ അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ അവരോടൊന്നിച്ച് കുടിക്കുകയോ താമസിക്കുകയോ ചെയ്യൂല. ആർത്തവകാരിയ സ്ത്രീയെ അവർ നജസായിട്ടാണ് കണ്ടിരുന്നത്. അവർ നജസായിട്ടാണ് കണ്ടിരുന്നത്, സ്ത്രീയെ തന്നെ നജസായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ച് ഉറങ്ങൂല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കൂല, അവരെ അകറ്റി നിർത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മുസ്ലിമീങ്ങൾക്ക് ഇഷ്കാലുണ്ടാകും. കാരണം എന്താ? യഹൂദന്മാർ വേദത്തിൻ്റെ ആളുകളാണ്, യഹൂദന്മാർ വേദത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിച്ചു ആ വിഷയത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ഷൈഇൻ, നിങ്ങൾ എല്ലാം ചെയ്തു കൊള്ളുക, ഇല്ലൻ നിക്കാഹ്, നിക്കാഹ് ഒഴിച്ച്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ജിമാ ആണ്. ജിമാ എന്ന് പറഞ്ഞാൽ സംഭോഗമാണ്, ലൈംഗിക വീഴ്ചയാണ്. അല്ലാതെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ വിവാഹ ഉടമ്പടിയല്ല. നിക്കാഹ് എന്നുള്ള പദം അഖദിന് പ്രയോഗിക്കും, വിവാഹ ഉടമ്പടിക്ക് പ്രയോഗിക്കും, ആ അർത്ഥത്തിലല്ല. പിന്നെ ഇവിടെ ഉദ്ദേശം നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ജിമാ ആണ്, സംഭോഗമാണ്. ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരോടൊന്നിച്ച് പിന്നെ ഭക്ഷിക്കാം, അതേപോലെ തന്നെ പാനം ചെയ്യാം, അതേപോലെ തന്നെ താമസിക്കാം, ഒരു വിരിപ്പിൽ കിടക്കാം, അവരുടെ മടിയിൽ തലവെച്ച് കിടക്കാം, അവരോടൊന്നിച്ച് ശയിക്കാം, അതിലൊന്നും ഇഷ്കാലില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅതസിലുൻ നിസാ ഫിൽ മഹീദ്, ആർത്തവ രക്തം ഉണ്ടാകുന്നിടത്ത് നിങ്ങൾ സ്ത്രീകളെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ആർത്തവ രക്തം ഗർഭപാത്രത്തിൽ നിന്ന് യോനിയിലൂടെ സ്രവിക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗം മാത്രമാണ് നിഷിദ്ധം ലൈംഗിക വീഴ്ചയ്ക്ക്, ബാക്കിയുള്ളതൊക്കെ അനുവദനീയമാണ് എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. ആയത്തിലും പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ സ്ത്രീക്കുള്ള സ്ഥാനമാണ് ഇവിടെ അറിയിക്കുന്നത്. ജൂതന്മാർ സ്ത്രീയെ കണ്ടിരുന്നത് അവർ ആർത്തവകാരിയായിട്ടുണ്ടെങ്കിൽ നജസായിട്ടാണ്, അവരെ പരിഗണിച്ചിരുന്നില്ല. അതേപോലെ തന്നെ പിന്നെ നസാറാക്കളും ആ വിഷയത്തിൽ അവരുടെയൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാം. സ്ത്രീകളെ അവർ ഒരു പിന്നെ വളരെ മോശമായ കാഴ്ചയിലായിരുന്നു കണ്ടിരുന്നത്. സ്ത്രീയെ അവർ നജസായിട്ട് കണ്ടിരുന്നു. മനുഷ്യനായിട്ട് പരിഗണിക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ കൂടിയ ചരിത്രമൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. സ്ത്രീയെ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ. ഏതായാലും ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇമാം ബൈഹഖി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ, വളരെ പ്രസിദ്ധമായൊരു ഹദീസാണ്, ഒരു വ്യക്തി വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആയിഷമ്മനോട് ചോദിക്കുന്നത്, ഉമ്മ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നമസ്കരിച്ചിരുന്നത് രാത്രിയുടെ ആദ്യ യാമത്തിലാണോ, അതല്ല മധ്യത്തിലാണോ, അതല്ല ഒടുക്കത്തിലാണോ? അപ്പോൾ ആയിഷമ്മ പറയാണ്, റസൂൽ ചിലപ്പോൾ തുടക്കത്തിൽ നിസ്കരിക്കും, ചിലപ്പോൾ ഒടുക്കത്തിൽ നിസ്കരിക്കും വിത്ർ. പിന്നെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കുളിച്ചിട്ടാണോ ഉറങ്ങിയിരുന്നത്, അതല്ല ഉണർന്നതിന് ശേഷം പിന്നെയാണോ കുളിച്ചിരുന്നത്? അപ്പോൾ ആയിഷമ്മ പറയാണ്, ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം കിടന്നുറങ്ങും, ചിലപ്പോൾ ഉറങ്ങിയതിന് ശേഷം പിന്നെ എഴുന്നേറ്റിട്ടായിരുന്നു കുളിച്ചിരുന്നത്. പിന്നെ അടുത്ത ചോദ്യം, പിന്നെ ഭാര്യമാർ ആർത്തവകാരികളായിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയുടെ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഭാര്യമാർ ആർത്തവകാരികളാണ് എങ്കിൽ അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു.
പിന്നെ ഒരാടിൻ്റെ പിന്നെ കുറക് ഉണ്ടല്ലോ, പിന്നെ അത് ഒരിക്കൽ ഭക്ഷണമായിട്ട് തളികയിലുണ്ടായി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ട് അത് എടുത്തു വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ബാക്കി എടുത്ത് കഴിക്കുകയുണ്ടായി. മാത്രമല്ല ഞാൻ കുടിച്ച പാത്രം, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കുടിച്ചെടുത്ത് വായ വെച്ചിട്ട് അതിൽ ശിഷ്ടജലം കുടിക്കാറുണ്ടായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അപ്പോൾ അതങ്ങനെ ആ വ്യക്തി ചോദിക്കണമെങ്കിൽ അവരുടെ സ്ത്രീകളോടുള്ള അവരുടെ ആ പരിഗണന മനസ്സിലായി. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രതികരിക്കണമെന്ന് നോക്കി നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രത്യേകത. അത് പിന്നെ ഈ സ്ത്രീ ഇസ്ലാമിൽ സ്ത്രീക്ക് സ്ഥാനമല്ല, ഇസ്ലാമിൽ സ്ത്രീക്ക് സമത്വമല്ല, ഇസ്ലാമിൽ സ്ത്രീക്ക് ഒരു വിലല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ശരിക്ക് പിന്നെ മനസ്സിലാക്കേണ്ടതായ ഒരു പിന്നെ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് കാണിച്ചതായി ഈ പെരുമാറ്റങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെ ശുദ്ധിയില്ലെങ്കിൽ വേദം തൊടാൻ തീരെ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ശുദ്ധിയുള്ളപ്പോൾ അനുവദിച്ചിരുന്നില്ല സ്ത്രീക്ക് വേദം തൊടുക എന്നുള്ളത് അന്ന് കാലങ്ങളിൽ. പിന്നെ ശുദ്ധിയില്ലെങ്കിലോ അവർ തീരെ അടുപ്പിച്ചിരുന്നില്ല. ചരിത്രത്തിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ഇബ്നു സാബിത്തിനോട് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ട് ആ ക്രോഡീകരിച്ച ഖുർആനെ ചരിത്രത്തിൽ സൂക്ഷിച്ചത് ആരെടുത്താ? ഹഫ്സ റളിയല്ലാഹു അൻഹ അടുത്താണ്. മനസ്സിലായില്ലേ? ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കൊടുക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ അടുക്കൽ ആകെ ഉണ്ടായിരുന്ന ഒരു മുസ്ഹഫാണ് ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷം. അത് സൂക്ഷിക്കപ്പെട്ടിരുന്നത് ആരടുത്താണ്? അത് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ അതിൻ്റെ കോപ്പി പകർത്താൻ വേണ്ടിയിട്ട് ഉസ്മാൻ ആളയക്കണത് ഹഫ്സയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഹഫ്സയിൽ നിന്ന് ആ കോപ്പി വാങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യണത്? അതിൽ നിന്ന് പിന്നീട് പല കോപ്പികൾ പ്രതികളെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ എടുക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ അടിസ്ഥാന കോപ്പി ഹഫ്സയിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇസ്ലാമിൽ സ്ത്രീക്ക് വകവെച്ച അവകാശങ്ങളാണ്, സ്ത്രീക്ക് ഇസ്ലാം നൽകിയതായ പിന്നെ സ്ഥാനങ്ങളാണ്. പക്ഷേ എന്നിട്ടും പല ആളുകളും ഇസ്ലാമിൽ സ്ത്രീക്ക് സ്ഥാനമല്ല, ഇസ്ലാമിൽ സമത്വമല്ല, ഇസ്ലാമിൽ സ്ത്രീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പീഡിപ്പിക്കപ്പെടുന്നു തുടങ്ങിയ വാദങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ അറിയിക്കുന്നത് എന്താണ്? ഇസ്ലാം സ്ത്രീക്ക് നൽകിയതായ അവകാശത്തെയാണ്. وعن أنس رضي الله عنه أن اليهود كانوا إذا حاضت المرأة فيهم أن اليهود ജൂതന്മാർ കാനു ഇദാ ഹാദത്തിൽ മർഅത്തു ഫീഹിം അവരിൽ ഒരു സ്ത്രീ ആർത്തവകാരിയായാൽ ലാ യു ആക്കിലൂഹ അവർ അവളോടൊന്നിച്ച് ഭക്ഷിക്കുമായിരുന്നില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ഷൈഇൻ നിങ്ങൾ എല്ലാം ചെയ്തു കൊള്ളുക, ഇല്ല നിക്കാഹ് സംഭോഗം ലൈംഗിക വീഴ്ച ഒഴിച്ച്. ലൈംഗിക വീഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ മെൻസസ് ഉണ്ടാകുന്ന ഭാഗത്തിലൂടെയുള്ള ലൈംഗിക വീഴ്ചയാണ്. അത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. റവാഹു മുസ്ലിം. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനി ഫഅത്തസിർ ഫയുബാശിറുനി വഅന ഹായിദ് മുത്തഫഖുൻ അലൈഹി. കണ്ടോ? വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, ഖാലത്ത് അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഅ്മുറുനി എന്നോട് കൽപ്പിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനി റസൂൽ എന്നോട് കൽപ്പിക്കും. ഫഅത്തസിറു അത്തസിറു എന്ന് പറഞ്ഞാൽ ഞാൻ മുണ്ടുടുക്കും. ഇത്തിസാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇസാർ എടുക്കണേനാണ് പറഞ്ഞത്. ഇസാർ എന്ന് പറഞ്ഞാൽ തുണി. യേശ് ഇസാർ എന്ന് പറഞ്ഞാൽ തുണി. തുണി ഉടുക്കുന്നതിനാണ് ഇത്തസറ എന്ന് പറയാം. ഫഅത്തസിറു അപ്പോൾ ഞാനൊരു മുണ്ടുടുക്കും. ഫയുബാഷിറുനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനുമായി ഷയിക്കും. വ അന ഹായിദ് ഞാൻ ആർത്തവകാരിയായിരിക്കും. വ അന ഹായിദ് ഞാൻ ആർത്തവകാരിയായിരിക്കും. യുബാഷിറുനി മുബാഷറ എന്നാണ് അവിടെ ഉദ്ദേശം, ഷയിക്കുക. ക്ഷയ സഹനത്തിനാണ് മുബാഷറ എന്ന് പറയാം. ഇവിടെ ഇത്തിസാർ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ വലിയ തുണി എടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അത് ശരിക്ക്. പിന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസാർ എടുക്കാൻ എന്നോട് കൽപ്പിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇസാർ ഉടുക്കും. അങ്ങനെ ഫയുബാഷിറിനി വാന ഹായിദ് ഞാൻ ആർത്തവകാരിയായിരിക്കും, എന്നോട് മുബാഷറ നടത്തുന്നതാണ്, ക്ഷയസഹനം നടത്തുമെന്നാണ്. എന്തിനാ ഇസാർ എടുക്കാൻ പറഞ്ഞീന്? എന്തിനാ പറയണേ?
മെൻസസ് ആർത്തവകാരിയായിരിക്കെ ഭാര്യയോട് എന്തിനാണ് ഇസാർ എടുക്കാൻ പറയുന്നത്? ശയസഹനം ഉദ്ദേശിക്കുമ്പോൾ എന്തിനാണ് ഇസാർ എടുക്കാൻ കൽപ്പിക്കുന്നത്? അതായത് നിഷിദ്ധമായ ഒരു ലൈംഗിക വീഴ്ചയിലേക്ക് പോകാതിരിക്കാനാണ്. സൂക്ഷ്മതയാണ്. ചില മനുഷ്യന്മാർ വികാര തീവ്രനായിട്ടുണ്ടെങ്കിൽ ഭാര്യ ആർത്തവകാരിയായിരിക്കും, എന്ത് ചെയ്യും, അവരായിട്ട് ബന്ധപ്പെടും, ആ നിലയ്ക്ക് ബന്ധപ്പെടും. അപ്പോൾ അത് സൂക്ഷിക്കാനാണ് റസൂൽ എന്ത് ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെ കൽപ്പിക്കണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ ഒരു കാര്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പറയേണ്ടതില്ല. മനുഷ്യന്മാർ വികാര തീവ്രമായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം നിയന്ത്രണം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ആ ഭാഗം ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഉദ്ദേശം അതാണ്, മുണ്ടുടുക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം അതാണ്. തെറ്റിലേക്ക് പോകുന്ന വാതിൽ അടക്കലുണ്ട് ഇവിടെ, മനസ്സിലായി? തെറ്റിലേക്ക് പോകുമ്പോൾ ആ മേച്ചിൽപ്പുറം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു ഉണർത്തൽ ഇതിലുണ്ട്, ഈ ഇസാർ എടുക്കാൻ കൽപ്പിച്ചതിലുണ്ട്. ഒരാൾ ഈ നോമ്പിന് ഒരു മസാല ചോദിച്ചത്, അയാൾ എത്രയോ നോമ്പിന് പകലിൽ ഭാര്യനായിട്ട് ശയിച്ചതാണ്. ഇത്രയും നോമ്പിന് അതിനെത്ര പ്രായശ്ചിത്തം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അയാളുടെ ചോദ്യം. മനുഷ്യന്മാരതാണ് പകൽ, റമദാൻ്റെ പകലിൽ ഒരാൾക്ക് തൻ്റെ ഭാര്യനെ തൊട്ട് ക്ഷമിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന ഒരു വിഷയം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ശരിക്ക്. അതിന് കടുത്ത പ്രായശ്ചിത്തമാണുള്ളത്. തുടർച്ചയായിട്ട് 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം എന്നുള്ളത്, അതില്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം. പക്ഷെ അത് കുറേ നാളുകൾ തന്നെ പരിപാടി. ഞാൻ പറഞ്ഞതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്മാർ വികാര തീവ്രതയിലായിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെന്ത് ചെയ്യും, തെറ്റിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ ചെന്ന് ചാടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് കൽപ്പിക്കും. എന്തിനാ കൽപ്പിക്കുക? ഇസാർ എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കും എന്നാണ്. എന്നിട്ട് ആയിഷയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷെയ്ക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ കരുതലെടുക്കണം എന്നർത്ഥം. ഇനി അടുത്ത ഹദീസ്. അപ്പോൾ ഇതും ഇവിടെ നിന്നുണ്ടല്ലോ, ഒരു സ്ത്രീ ആർത്തവകാരിയാകുന്നതോടുകൂടി അവൾ നജസാകണില്ല. അവൾ ഒന്നിച്ചുറങ്ങാനോ അല്ലെങ്കിൽ ഒന്നിച്ച് ഷയിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷിക്കാനോ പാനം ചെയ്യാനൊന്നും പറ്റാത്തൊരു നജസായ ജീവിയായിട്ട് മാറണില്ല. പ്രത്യുത അവൾ ഭാര്യ തന്നെയാണ്. അവൾക്ക് വീട്ടിൽ താമസിക്കാം, ഭർത്താവിനോട് ഒന്നിച്ച് താമസിക്കാം, ഒരു വിരിപ്പിൽ കിടക്കാം, ഒന്നിച്ച് ശയിക്കാം. പക്ഷേ ഭാര്യ ഭർത്തൃ ലൈംഗിക വീഴ്ച അത് മനസ്സുണ്ടാകുന്ന ഭാഗങ്ങളിലൂടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഇനി അടുത്ത ഹദീസ്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫില്ലദി യഅതി ഇംറഅതഹു വഹിയ ഹായിദ് ഖാല യതസദ്ദഖു ബിദീനാരിൻ ഔ ബിനിസ്ഫി ദീനാർ റവാഹുൽ ഖംസത്തു വസഹഹഹു അൽ ഹാകിമു വബ്നുൽ ഖത്താൻ വറജ്ജഹ ഗൈറുഹുമാ വഖഫഹു. എന്താ? വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരുടെ വിഷയത്തിലാണ് ഹദീസ്? ഫില്ലദീ യഅതി ഇംറഅതഹു വഹിയ ഹായിദ്. ഫില്ലദീ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ, യഅതി ഇംറഅതഹു അയാൾ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നു, വഹിയ ഹായിദുൻ അവൾ ആർത്തവകാരിയായിരിക്കെ. ഭാര്യ ആർത്തവകാരിയായിരിക്കെ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്ന വ്യക്തിയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യണം. ഭാര്യ ആർത്തവകാരിയായിരിക്കെ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഭാര്യ ആർത്തവകാരിയായിരിക്കെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നതാണ് ഭാര്യയെ ലൈംഗികമായിട്ട്
പ്രാപിക്കൽ, നിഷിദ്ധമായിട്ടുള്ള പ്രാപിക്കൽ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, യതസദ്ദഖു ബിദീനാരിൻ, യതസദ്ദഖു അവൻ സദഖ ചെയ്യട്ടെ, ദാനധർമ്മം ചെയ്യട്ടെ, ബിദീനാരിൻ ഒരു ദീനാർ, ഔ ബിനിസ്ഫി ദീനാർ അല്ലെങ്കിൽ അര ദീനാർ, ഒരു ദീനാർ ദാനം ചെയ്യട്ടെ അല്ലെങ്കിൽ അര ദീനാർ ദാനം ചെയ്യട്ടെ. റവാഹുൽ ഖംസ, ഇത് അൽ ഖംസ റിപ്പോർട്ട് ചെയ്തതാണ്. ആരാ അൽ ഖംസ? അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ്. വസഹഹു അൽ ഹാക്കിം, ഈ ഹദീസിനെ ഇമാം ഹാക്കിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വബ്നുൽ ഖത്താൻ, യഹ്യ ഇബ്നുൽ ഖത്താനും അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വറജ്ജഹ ഗൈറുഹുമ, ഹാക്കിമും ഇബ്നുൽ ഖത്താനും ഒഴിച്ചുള്ളവർ പ്രബലപ്പെടുത്തിയത് വഖഫഹു, ഈ ഹദീസ് മൗഖൂഫാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് റസൂലുള്ള പറഞ്ഞതല്ല, ഇബ്നു അബ്ബാസിൻ്റെ വാക്കാണ്. അതാണ് മൗഖൂഫ് എന്ന് പറഞ്ഞാൽ. ഇത് റസൂലുള്ളാഹിൻ്റെ വാക്കല്ല, പിന്നെയോ ഇബ്നു അബ്ബാസിൻ്റെ വാക്കാണ്. അതാണ് മൗഖൂഫ്, വഖഫ് എന്ന് പറഞ്ഞാൽ മൗഖൂഫ് എന്നത്. അപ്പോൾ ഇബ്നുൽ ഖത്താനും ഹാക്കിമും ഒഴിച്ചുള്ളവർ പ്രബലപ്പെടുത്തിയത് വഖഫഹു, ഈ ഹദീസ് മൗഖൂഫാണ് എന്നുള്ളതാണ്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസിൻ്റെ ഫത്വയാണ്, ഇബ്നു അബ്ബാസിൻ്റെ വാക്കാണ് എന്നുള്ളതാണ്. അതിൽ കുറച്ച് മസലകളുണ്ട്. എന്താ വിഷയം? തൻ്റെ ഭാര്യ ആർത്തവകാരിയായിരിക്കെ ഭാര്യയെ പ്രാപിച്ച വ്യക്തിയുടെ വിഷയത്തിൽ റസൂലുള്ളാഹിയിൽ നിന്ന് നിവേദനം എന്നാണ്. എന്താണ് റസൂലുള്ള പറഞ്ഞത്? യതസദ്ദഖു ബിദീനാർ, ഒരു ദീനാർ സദഖ ചെയ്യട്ടെ, അല്ലെങ്കിൽ നിസ്ഫു ദീനാർ, അര ദീനാർ, ഒരു ദീനാർ അല്ലെങ്കിൽ അര ദീനാർ സദഖ ചെയ്യട്ടെ എന്നാണ്. അതാണ് പ്രായശ്ചിത്തം. ഒന്നാമത്തെ വിഷയം ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതാണ്. ഇമാം അബൂ ദാവൂദിൻ്റെ ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതാണ്. ഈ ഹദീസിനെ ആരൊക്കെ സഹീഹാക്കി എന്നാണ് പറഞ്ഞത്? ഹാക്കിമും യഹ്യ ഇബ്നുൽ ഖത്താനും. പിന്നെ ഈ ഹദീസിനെ ഇമാം ദഹബി, അതേപോലെ തന്നെ ഇബ്നു ഹജർ, ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് അൽബാനി ഇവരൊക്കെ സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇബ്നു സക്കനും ഇബ്നു സലാഹുമാണ് അതിനെ ദഈഫാണെന്ന് പറഞ്ഞത്. അതേപോലെ നവവിയും ഈ ഹദീസ് ദഈഫാണ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇമാം ഹാക്കിം, യഹ്യ ഇബ്നുൽ ഖത്താൻ, ഇമാം ദഹബി, ഇബ്നു ഹജർ, ഇബ്നുൽ ഖയ്യിം, അൽബാനി തുടങ്ങിയവരൊക്കെ ഇത് സഹീഹാണ് എന്നുള്ള പക്ഷക്കാരാണ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിലൊരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ്. ഒരാൾ തൻ്റെ ഭാര്യ ആർത്തവകാരിയാണ് എങ്കിൽ അവളെ പ്രാപിച്ചാൽ അയാൾ പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ടോ ഇല്ലേ? പ്രായശ്ചിത്തമില്ല എന്നുള്ളതാണ് ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ഭൂരിപക്ഷം പണ്ഡിതന്മാർ പ്രായശ്ചിത്തമല്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ അയാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി, അള്ളാഹു വിരോധിച്ചൊരു സംഗതിയാണ് അയാൾ ചെയ്തത്, അതുകൊണ്ട് അയാൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ പക്ഷം. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും പക്ഷം അതാണ്. ഇമാം നവവി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ അഭിപ്രായക്കാരനാണ്. ഇമാം നവവി അതുകൊണ്ടാണ് ആ വിഷയത്തിൽ പിന്നെ ഈ ഹദീസ് ദുർബലാണെന്നുള്ള പക്ഷക്കാരനാണ്. അതേസമയം ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ഫുഖഹാക്കൾ അവർ പറഞ്ഞത് ഒരാൾ തൻ്റെ ഭാര്യ ആർത്തവകാരിയായിരിക്കാം, അവളെ പ്രാപിച്ചാൽ അയാൾ ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനം നടത്തണം. പിന്നെ എന്ത് ചെയ്യണം? അയാൾ പ്രായശ്ചിത്തം എന്നോണം ഒരു ദീനാർ അല്ലെങ്കിൽ അര ദീനാർ സദക്ക ചെയ്യണം. ഒരു ദീനാർ അല്ലെങ്കിൽ അര ദീനാർ സദക്ക ചെയ്യണം. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാം സ്വർണ്ണമാണ്. 4.25 ഗ്രാം സ്വർണം. പിന്നെ അത് സദക്ക ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ ഹദീസിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഹദീസ് സഹീഹാണ്. ഈ പ്രായശ്ചിത്ത ആ വിഷയത്തിലുണ്ട്. പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസം വേറെ ഉള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ദീനാർ കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അര ദീനാർ കൊടുക്കാൻ പറഞ്ഞു.
അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞ്, ഒരാൾ ആർത്തവ പീരീഡിൻ്റെ തുടക്കത്തിലാണ് ലൈംഗിക വീഴ്ച നടത്തിയത് എങ്കിൽ അയാൾ 1 ദീനാർ, അതല്ല ഒടുക്കത്തിലാണ് എങ്കിൽ 1/2 ദീനാർ, അങ്ങനെ പറഞ്ഞവരുണ്ട്. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞില്ല, ആർത്തവ രക്തമുള്ള സമയത്താണ് ലൈംഗിക വീഴ്ചയെങ്കിൽ 1 ദീനാർ, എന്നാൽ ആർത്തവ രക്തം നിലച്ച് ഭാര്യ കുളിക്കുന്നതിന് മുമ്പാണ് എങ്കിൽ 1/2 ദീനാർ. ഇങ്ങനെയൊക്കെ അവരതിൽ വ്യത്യസ്ത വീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതൊരു സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മയുടെ വശം അതറിയിക്കുന്നത് ഈ ഹദീസ് സഹീഹാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായശ്ചിത്തം ആ തെറ്റ് ചെയ്തവർക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇവിടെ ഹാക്കിമും ഇതിന് സഹീഹ് എന്ന് ഇബ്നു ഹജർ പറഞ്ഞ്, ഇബ്നുൽ ഖത്താനും സഹീഹ് എന്ന് പറഞ്ഞ്. ഹാക്കിം പറ്റ മുത്തസാഹിലാണ് സഹീഹാക്കുന്ന വിഷയത്തിൽ. പല ഹദീസുകളും ഹാക്കിം എന്ത് ചെയ്യും? സഹീഹാക്കും. പക്ഷേ ആ ഹദീസ് സഹീഹായി കൊള്ളുന്നില്ല, കാരണം മുത്തസാഹിലാണ് തീരെ സഹീഹിൻ്റെ തസ്ഹീഹിൻ്റെ വിഷയത്തിൽ. എന്നാൽ യഹ്യ ഇബ്നുൽ ഖത്താൻ അങ്ങനെയല്ല. യഹ്യ ഇബ്നുൽ ഖത്താൻ തീവ്രവാദിയാണ്, പെട്ടെന്നൊന്നൊരു ഹദീസിനെ സഹീഹാക്കൂല. നല്ല കണിശ സ്വഭാവക്കാരനാണ് ആര്? യഹ്യ ഇബ്നുൽ ഖത്താം, ഇമാം നസായിയെ പോലെ, അതേപോലെ ഇമാം ബുഖാരിയെ പോലെയൊക്കെ. അപ്പോൾ അതിൽ പണ്ഡിതന്മാർ പറയുന്നത് മുത്തസാഹിലായ ഹാക്കിമും മുത്തശദ്ദിദായ ഇബ്നുൽ ഖത്താനും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസിനെ സഹിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹദീസ് ഒരു ഹസൻ എന്ന ദർജയിൽ നിന്ന് പുറത്തു പോകില്ല. ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹീഹ് അല്ലെങ്കിലും ഹസൻ്റെ ദർജയിലാണ്, തെളിവെടുക്കൽ അനിവാര്യമാക്കുന്ന ഒരു പദവിയിലാണ് ഈ ഹദീസ് ഉള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ ഹസനുമല്ല, ഹദീസ് സഹീഹ് തന്നെയാണ്. ഇമാം ഹാക്കിമും ഇമാം ഇബ്നുൽ ഖത്താനും ദഹബിയും അതേപോലെ തന്നെ ഇബ്നു ഹജർ, ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് അൽബാനി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് സഹീഹാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. തയ്യിബ്. അപ്പോൾ അതാണ് ഹദീസ് അറിയിക്കുന്നത് പ്രായശ്ചിത്തത്തിൻ്റെ വിഷയം. ആർത്തവകാരിയായിരിക്കെ ഭാര്യയെ പ്രാപിച്ചാൽ ആ വിഷയത്തിൽ പ്രായശ്ചിത്തത്തിനെ അറിയിക്കുന്നതായി ഹദീസ്. അതാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ്. ഇനി ഈ ഹദീസ് ഇപ്പോൾ ചിലർ പറഞ്ഞാൽ എന്താണ്? ഹാക്കിമും ഇബ്നുൽ ഖത്താനും ഒഴിച്ചുള്ളവർ ഇത് വഖഫാണ് എന്നറിയിച്ചിട്ടുണ്ട് എന്നാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇത് റസൂലുള്ള പറഞ്ഞതല്ല, പിന്നെ ആരുടെ ഫത്വയാണ്? ഇബ്നു അബ്ബാസിൻ്റെ വാക്കാണ്, ഫത്വയാണെന്നാണ്. അങ്ങനെയാണെങ്കിലും അത് തെളിവാണ്. വഖഫ് ഇത് യഥാർത്ഥത്തിൽ വഖഫല്ല, ഇതെന്താണ്? മർഫൂആയ റസൂലുള്ളാഹിൻ്റെ ഹദീസാണ്. പക്ഷേ ഇനി മൗഖൂഫാണ് എന്ന് പറഞ്ഞാൽ തന്നെയും ഇത് തെളിവാണ്. കാരണം എന്തുകൊണ്ട്? കേവലം അഭിപ്രായം ഉണ്ടല്ലോ, റഈൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു ഫത്വ കൊടുക്കാൻ പറ്റൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അതെന്തായിരിക്കും? റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതായിരിക്കും എന്നുള്ളതാണ് ഇത്തരം ഹദീസുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും മൗഖൂഫ് ആണെങ്കിലും തെളിവാണ്, മർഫൂ ആണെങ്കിലും തെളിവാണ്. കാരണം ഇത് സഹിഹായ സനദിൽ റിവായത്ത് ചെയ്യപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.